ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പായസം ഉണ്ടാക്കിയല്ലോ. പായസം ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ, എല്ലാവർക്കും പായസം ഇഷ്ടമല്ലേ. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടം, ചേട്ടനാണെങ്കിൽ അതിലും അപ്പുറം ഇഷ്ടമാണ്. നല്ല ഷുഗറുണ്ട്, എന്നാലും പായസം വെച്ചാൽ നല്ലോണം കുടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ ഇന്നിപ്പോൾ എനിക്കിത്തിരി പായസം ഉണ്ടാക്കിയല്ലോ എന്നൊരു കൊതി. മറ്റത് ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ പാൽപ്പായസം കഴിപ്പിക്കും കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ റൂമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ പായസം അങ്ങോട്ട് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുപോകും. അപ്പോൾ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് കൊണ്ടുപോകും. നമ്മുടെ കാറിൽ തന്നെയല്ലേ പോകണേ. അപ്പോൾ പിന്നെ അവിടെ ആ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അപ്പം തന്നെ തവിയെല്ലാം കൊണ്ടുപോകും. അപ്പോൾ എന്നിട്ട് അതിൽ ഒഴിച്ചിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് കുടിക്കും. പിന്നെ അവിടെയൊക്കെ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ ഇന്നത്തെ പാൽപ്പായസം വയ്ക്കാമെന്നായിരുന്നു. ആകെ ഒരു പാക്കറ്റ് പാലേ ഉള്ളൂ കേട്ടോ. ഒരു പിടി കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണം, അത്ര അരി എടുക്കുന്നുള്ളൂ കേട്ടോ. അരി എടുത്തിട്ട് നമുക്ക് പായസം വയ്ക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞങ്ങൾ ഇനിയിപ്പോൾ ഇതേ ഓണല്ലേ വരുന്നത്. അപ്പോൾ അതിന് ഞങ്ങളുടെ NSSൽ പായസ വിതരണം, ഉപ്പേരി വിതരണമൊക്കെ ഉണ്ടാവും. ഉപ്പേരി എന്ന് പറഞ്ഞാൽ നാലാക്കിയത് ശർക്കര വരട്ടി, പിന്നെന്താ വട്ടത്തിലുള്ളത് അങ്ങനത്തെ ഉപ്പേരികൾ, നമ്മുടെ ഉപ്പേരികളൊക്കെ. പിന്നെ ഇഞ്ചിക്കറി, ഇവിടെ ഇഞ്ചിക്കറി എന്നാണ് പറയുക. ഞങ്ങളുടെ നാട്ടിൽ ഗുരുവായൂർ പുളിയിഞ്ചി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി, പിന്നെ കാളൻ, പിന്നെ പായസം, പാലട, പരിപ്പ്, ഗോതമ്പ്, അല്ല പഴം, ചിലപ്പോൾ ഗോതമ്പ്, അങ്ങനെ ഏതെങ്കിലും 3 പായസം വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കൊല്ലവും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ കൊല്ലം അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ അപ്പോൾ വാങ്ങിക്കും. മിക്കവാറും ഞാനിവിടെ ഉണ്ടാക്കാറില്ല. പായസം മേടിച്ചുകൊണ്ട് വരും 1 ലിറ്റർ വെച്ചിട്ട് അത് കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 ഓണത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ 2-3 ഓണം കഴിഞ്ഞിട്ടൊക്കെ വെക്കുള്ളൂ. പിന്നെ ഇവിടെ അടുത്ത് ചേട്ടൻ്റെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരും. പായസത്തിൻ്റെ കളിയായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ പാൽപ്പായസം ഒരു പിടി അരി എടുത്തിട്ട് നല്ലോണം വേവിക്കുക. ആദ്യം തന്നെ കുതിർത്തണം കേട്ടോ. കുതിർത്തിട്ട് നമ്മൾ അമ്മിക്കുട്ടി ഇല്ലേച്ചത് അതുകൊണ്ടൊന്നും ഇങ്ങനെ കുത്തി അപ്പോൾ പൊടിയരി മാതിരിയാവും. ഉണക്കല്ലരി വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ വെക്കാം. അത് വെറും റേഷൻ അരിയാണ്. ഇപ്പോൾ കൊതിയായപ്പോൾ ഇത്തിരി വെക്കാൻ നേരിട്ടാണ്. അപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് അമ്മിക്കുട്ടി കൊണ്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇത് വേവിക്കണം. അപ്പോൾ ഉണക്കല്ലരി മാതിരിയാവും. എന്നിട്ട് നമുക്കൊന്ന് പായസം വെച്ച് വെക്കാം. അപ്പോൾ നമുക്ക് പായസം വയ്ക്കാം. ഓക്കെ, നാളത്തേക്ക് അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി ഒരു പിടി ചോറ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. തേങ്ങ ചെറിയത് തീർന്നു പോയി. അപ്പോൾ നാളെ രാവിലെ ഇടാൻ പച്ചരി ഉണ്ട്. അരയ്ക്കാൻ വേണ്ടി എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ്. അപ്പോൾ രാവിലെ തുടങ്ങി കറണ്ട് വന്നിട്ടില്ല. കറണ്ടില്ല, ഇത് ഇൻവെർട്ടറാണ് കേട്ടോ അപ്പോൾ വർക്ക് ചെയ്യണത്. അപ്പോൾ അത് വന്നിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ അതാ പായസം ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. ഇതിൽ ഞാൻ ഇനി അവസാനത്തിന് നെയ്യിടും. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ടാൽ മതി. നെയ്യ് ഇട്ടിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഇത് അരി ഞാൻ പച്ചരി വേറൊരു പാത്രത്തിൽ വേവിച്ചിട്ടാണ് ഇതിൽ ചേർത്തത് കേട്ടോ. ഇതിൻ്റെ വേവ് ശരിയാവില്ല, അതുകൊണ്ടാണ്. നല്ലോണം വേവണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പായസത്തിൻ്റെ പാലും അരിയും കൂടി അങ്ങ് തിളച്ച് മറിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്താലാണ് നല്ലത്. ബട്ടറില്ല എൻ്റെ അടുത്ത്, അതുകൊണ്ട് നെയ്യ്. എന്താ ഈ നെയ്യിന് ഒരു കഥയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മിൽക്ക് പൗഡറാണ് പറഞ്ഞത്. അവർ മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യ് ഒരു 500 ഗ്രാം ഉണ്ട് കൊടുത്തയച്ചിരിക്കും. ഞാൻ നെയ്യ് വാങ്ങിക്കാറേയില്ല, ഗീ വാങ്ങിക്കാറേയില്ല. ഞാൻ തന്നെ ഇവിടെ 100-200 ഗ്രാം ബട്ടർ വാങ്ങിയിട്ട് ഉരുക്കി എടുക്കുക ചെയ്യുക. അപ്പോൾ അതിനൊരു വേറെ കളറും ഉണ്ടാവും. ഇങ്ങനെ മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല. ഭംഗിയില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ കുറേ കാലം ഇരിക്കുമ്പോഴത്തേക്ക് ചീത്തയാവും. അതാണ് എനിക്ക് പ്രശ്നം. അപ്പോൾ എന്താ ചെയ്യുക, ഇതിപ്പോൾ വാങ്ങിച്ചു പോയില്ലേ. അവർ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടോ എൻ്റെ ഗീയുടെ കളർ കണ്ടോ. ഇത് എത്ര കാലം പുറത്തിരുന്നാലും ഒന്നും ആവില്ല, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെയാണ് ഞാൻ ഇത് ഒരുക്കിയെടുക്കുന്നത്. കണ്ടോ ഈ പഞ്ചസാരയുടെ കളർ കണ്ടോ. ഇവിടുന്ന് വാരി എടുത്തതാ, ചെടിയിൽ നിന്ന് വാരി എടുത്തതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇത് ചേർക്കുന്നില്ല, വേറെ ഇന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി പഞ്ചസാര കേട്ടോ. ഇത് ഞാൻ ചേർക്കുകയാണ് ഇതിലേക്ക്. വേണമെങ്കിൽ ചേർക്കാമെന്ന് മാത്രം നോക്കിയിട്ട് ചേർക്കാത്ര. ഇതന്നെ ഞാൻ മുഴുവനും ഇട്ടിട്ടില്ല. ഒരു പാക്കറ്റ് പാലേ ഉള്ളൂ. ആ പാൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് മതി ഇടാം. അപ്പോൾ നമുക്ക് ഓണസദ്യക്ക് ഇതേമായിട്ട് പായസമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഹാപ്പി ഓണം ആഘോഷിക്കുക. ഇതാ
അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് അരി ഞാൻ ആദ്യം വേറെ പാത്രത്തിൽ വേവിച്ചു കേട്ടോ, എന്നിട്ടാണ് ഇട്ടത്. പാലും പഞ്ചസാരയും കൂടി ഇളക്കണത്. പെട്ടെന്നൊരു പായസം തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ട് ഇതിന് പായസം. പച്ചരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കണ പച്ചരിയാണിത്, അല്ലാതെ ഉണക്കലരിയൊന്നുമല്ല. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ്. ഒരു സ്പൂൺ ഗീയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി. പായസം ഒരുവിധം വറ്റിയിട്ടുണ്ട്. തീ ഇത്തിരി കുറച്ച് കൊടുക്കട്ടെ ഞാൻ. ഇനി നമുക്കിതാ ഈ ഗീ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇതാ അപ്പോൾ അടിപൊളി. എൻ്റെ നെയ്യിനാണ് ഈ കളറില്ല കേട്ടോ, പക്ഷേ അതാണ് ടേസ്റ്റ്.